ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും ഐഷ വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് റാഗി കൊണ്ടുള്ള വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡ്രിങ്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. ഈ ഒരു ഡ്രിങ്ക് കഴിക്കുന്നത് നമ്മുടെ ഹൃദയത്തിൻ്റെ ആരോഗ്യത്തിനും അതുപോലെ തന്നെ ചുളിവുകളൊന്നും ഇല്ലാതെ നല്ല ഗ്ലോയിങ് സ്കിന്ന് കിട്ടാനും ചിലതരം ക്യാൻസറിനെ പ്രതിരോധിക്കാനും ഒക്കെ ഒരുപാട് നല്ലതാണ്. കുട്ടികൾക്കും മുതിർന്നവർക്കുമൊക്കെ ഒരുപോലെ കഴിക്കാൻ പറ്റുന്ന വളരെ ഹെൽത്തി ആയിട്ടുള്ള നല്ലൊരു ഡ്രിങ്കാണിത്. അപ്പോൾ നമുക്ക് ഈ ഡ്രിങ്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്ന് നോക്കാം. ഈ ഡ്രിങ്ക് ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ സ്പ്രൗട്ടഡ് റാഗിപ്പൊടി, അതായത് മുളപ്പിച്ച റാഗിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. റാഗിക്ക് ചില സ്ഥലങ്ങളിൽ മുത്താറി, പഞ്ഞപ്പുല്ല്, ഫിംഗർ മില്ലറ്റ് എന്നൊക്കെയാണ് പറയാറ്. ഇനി ഇത് കുറച്ച് വെള്ളം ഒഴിച്ച് കട്ടയൊന്നുമില്ലാതെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കുക. സ്പ്രൗട്ടഡ് റാഗിപ്പൊടി നമുക്ക് വീട്ടിലും തയ്യാറാക്കിയെടുക്കാം, അതല്ലെങ്കിൽ സൂപ്പർ മാർക്കറ്റുകളിൽ നിന്ന് വാങ്ങിക്കാനും കിട്ടും. ഞാൻ ഈ റാഗി മുളപ്പിച്ചെടുത്തതിന് ശേഷം വെയിലത്ത് വെച്ച് ഉണക്കിയെടുത്തിട്ട് ഒരു പാനിലിട്ടിട്ട് റോസ്റ്റ് ചെയ്തതിന് ശേഷം പൊടിച്ചെടുത്തതാണിത്. മുളപ്പിക്കാത്ത റാഗിക്ക് തന്നെ ഒരുപാട് ഔഷധ ഗുണങ്ങളുണ്ടെന്ന് എല്ലാവർക്കും അറിയാം. മുളപ്പിക്കാത്ത റാഗിയേക്കാൾ 10 ഇരട്ടി ഔഷധ ഗുണങ്ങളാണ് മുളപ്പിച്ചെടുത്ത റാഗിയിലുള്ളത്. റാഗിയിൽ ധാരാളം ഫൈബറും കാൽസ്യവും അയണും പ്രോട്ടീൻസും ആൻറ്റി ഓക്സിഡൻസും ഒക്കെ അടങ്ങിയിട്ടുണ്ട്. ഷുഗർ കുറയാനും കൊളസ്ട്രോൾ കുറയാനും രക്തക്കുറവുള്ളവർക്ക് ഹിമോഗ്ലോബിൻ്റെ അളവ് കൂട്ടാനും ഒക്കെ റാഗി കഴിക്കുന്നത് വളരെ നല്ലതാണ്. അതുപോലെ തന്നെ നമ്മുടെ എല്ലുകൾക്കും പല്ലുകൾക്കും ബലം കിട്ടാനും മുടിയുടെ ആരോഗ്യത്തിനും സ്കിന്നിന് ചുളിവുകൾ വരാതിരിക്കാനും യുവത്വം നിലനിർത്താനും രോഗപ്രതിരോധ ശേഷി കൂട്ടാനും ക്ഷീണം മാറാനും എപ്പോഴും ഉന്മേഷത്തോടു കൂടി ഇരിക്കാനും ഒക്കെ റാഗി കഴിക്കുന്നത് വളരെ നല്ലതാണ്. അപ്പോൾ ഞാനിവിടെ ഈ റാഗിപ്പൊടി കട്ടയൊന്നുമില്ലാതെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് അധികം പഴുക്കാത്ത ചെറുപഴം, അതായത് മൈസൂർ പഴമാണ് എടുത്തിട്ടുള്ളത്. ഷുഗർ പേഷ്യൻസിന് വേണ്ടി തയ്യാറാക്കിയെടുക്കുന്നത് കൊണ്ടാണ് ഞാൻ ഇതിലേക്ക് അധികം പഴുക്കാത്ത പഴമെടുത്തത്. നിങ്ങൾക്ക് ഷുഗറൊന്നും ഇല്ലാത്തവരാണെങ്കിൽ ഇതിലേക്ക് നന്നായിട്ട് പഴുത്ത പഴം എടുക്കാവുന്നതാണ്. പഴത്തിന് പകരം ആപ്പിളോ അതല്ലെങ്കിൽ ഷുഗർ പേഷ്യൻസിന് കഴിക്കാൻ പറ്റുന്ന ഫ്രൂട്ട്സുകളിൽ ഏതെങ്കിലും ഒരെണ്ണം നിങ്ങൾക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാനിവിടെ 2 ഗ്ലാസ് ഡ്രിങ്കാണ് തയ്യാറാക്കിയെടുക്കുന്നത്, അതുകൊണ്ടാണ് ഒരു പഴം മുഴുവനായിട്ടും എടുത്തത്. നിങ്ങൾ 1 ഗ്ലാസ് ഡ്രിങ്കാണ് തയ്യാറാക്കിയെടുക്കുന്നതെങ്കിൽ ഈ പഴത്തിൻ്റെ പകുതി എടുത്താൽ മതി. ഇതൊരു ഹെൽത്തി ഡ്രിങ്ക് ആയതുകൊണ്ട് തന്നെ ഞാൻ ഇതിലേക്ക് പഞ്ചസാര ചേർക്കുന്നില്ല, പകരം മധുരത്തിന് വേണ്ടിയിട്ട് ഞാൻ ഇതിലേക്ക് 2 ഡേറ്റ്സ് ആണ് ചേർത്ത് കൊടുക്കുന്നത്. മലബന്ധം തടയാനും എല്ലുകൾക്കും പല്ലുകൾക്കും ബലമേകാനും രക്തത്തിലെ ഹിമോഗ്ലോബിൻ്റെ അളവ് കൂട്ടാനും രക്തസമ്മർദ്ദം കൺട്രോൾ ചെയ്യാനും കൊളസ്ട്രോൾ കൺട്രോൾ ചെയ്യാനും ഒക്കെ ഈന്തപ്പഴം ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ നമ്മുടെ ഹൃദയത്തിൻ്റെ ആരോഗ്യത്തിനും പേശികളുടെ ആരോഗ്യത്തിനും കാഴ്ചശക്തി വർദ്ധിക്കാനും ഒക്കെ ഈന്തപ്പഴം കഴിക്കുന്നത് വളരെ നല്ലതാണ്. ഈന്തപ്പഴം ഷുഗർ ഉള്ളവർക്ക് മിതമായ അളവിൽ, അതായത് 1-2 എണ്ണമൊക്കെ കഴിക്കുന്നത് കൊണ്ട് കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഞാനിതൊന്ന് കുതിർന്ന് കിട്ടാനായിട്ട് ഞാൻ ഇതിലേക്ക് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ഇതിലേക്ക് നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് 3 ഏലക്കയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഞാൻ ഈ ഒരു വലുപ്പത്തിലുള്ള ബീട്രൂട്ടിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് ഇതിൽ നിന്ന് ഒരു പകുതി ഭാഗം എടുത്തിട്ടുണ്ട്. രക്തസമ്മർദ്ദം കൺട്രോളിലാക്കാനും ഹൃദയത്തിൻ്റെ ആരോഗ്യത്തിനും രക്തക്കുറവുള്ളവർക്ക് ഹിമോഗ്ലോബിൻ്റെ അളവ് കൂട്ടാനും നല്ല ഗ്ലോവിങ് സ്കിന്ന് കിട്ടാനും യുവത്വം നിലനിർത്താനും ചിലതരം ക്യാൻസറുകൾ വരാതിരിക്കാനും ബീട്രൂട്ട് കഴിക്കുന്നത് വളരെ നല്ലതാണ്. ഇനി ഈ ബീട്രൂട്ട് ഒന്ന് വേവിച്ചെടുക്കണം. അതിനായിട്ട് ഞാൻ ഈ ബീട്രൂട്ട് ചെറിയ കഷ്ണങ്ങളായി കട്ട് ചെയ്തതിന് ശേഷം ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഈ ബീട്രൂട്ട് വേവാൻ ആവശ്യമായ വെള്ളവും ഒഴിച്ചു കൊടുത്ത് കുക്കർ അടച്ചു വെച്ച് ഒരു വിസിൽ വരുന്നത് വരെ ഇതൊന്ന് വേവിച്ചെടുക്കുക. പിന്നെ ഞാൻ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ sabja സീഡ്സ്, അതായത് കറുത്ത കസ്കസാണ് എടുത്തിട്ടുള്ളത്. ഇത് ഞാനൊരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഇത് കുതിർന്ന് കിട്ടാൻ ആവശ്യമായ വെള്ളവും ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതൊരു 2-3 മിനിറ്റ് കൊണ്ട് തന്നെ വെള്ളമൊക്കെ അബ്സോർബ് ചെയ്തിട്ട് നന്നായിട്ട് കുതിർന്ന് വരും. ഈ sabja സീഡ്സ് ശരീരം തണുപ്പിക്കാനായിട്ട് വളരെ നല്ലതാണ്. ഇതിൽ ധാരാളം പ്രോട്ടീനും ഫൈബറൊക്കെ അടങ്ങിയിരിക്കുന്നത് കൊണ്ട് തന്നെ ഇത് ഷുഗർ കൺട്രോൾ ചെയ്യാനും അതുപോലെ തന്നെ വെയിറ്റ് കുറക്കാൻ ആഗ്രഹിക്കുന്നവർക്കുമൊക്കെ ഇത് കഴിക്കുന്നത് വളരെ നല്ലതാണ്. അതുപോലെ തന്നെ അസിഡിറ്റി ഉള്ളവരും കോൺസ്റ്റിപ്പേഷൻ ഉള്ളവരും ഒക്കെ ഇത് കഴിക്കുന്നത് വളരെ നല്ലതാണ്. ഒരു വിസിലിന് ശേഷം ഞാൻ ഈ കുക്കർ അടുപ്പത്ത് നിന്നും മാറ്റി വെക്കുകയാണ്. ഇനി ഈ കുക്കറിൻ്റെ വിസിലൊക്കെ പോയിട്ട് ബീട്രൂട്ട് നന്നായിട്ട് തണുത്ത് വരട്ടെ. അപ്പോഴേക്കും നമുക്ക് റാഗിപ്പൊടി വേവിച്ചെടുക്കാം. റാഗിപ്പൊടി വേവിച്ചെടുക്കാനായിട്ട് ഞാനിവിടെ 2 ഗ്ലാസ് വെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ വെള്ളം നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ച റാഗിപ്പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. റാഗിപ്പൊടി വെള്ളത്തിനടിയിൽ ഊറിക്കിടക്കുന്നുണ്ടാവും. അപ്പോൾ ഇതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം വേണം വെള്ളത്തിലേക്ക് ചേർത്ത് കൊടുക്കാനായിട്ട്.
വെള്ളത്തിലേക്ക് ചേർത്ത് കൊടുത്തതിന് ശേഷം പൊടി കട്ട പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് കൈവിടാതെ ഇതുപോലെ ഇളക്കി കൊടുക്കുക. ഇപ്പോൾ ഇത് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഫ്ലെയിം മീഡിയത്തിലേക്ക് മാറ്റി എന്നിട്ടൊരു 3-4 മിനിറ്റ് നല്ല പോലെ ഇതൊന്ന് വേവിച്ചെടുക്കുക. തിളച്ച് വന്നാൽ ഈ റാഗിപ്പൊടി പെട്ടെന്ന് കുറുകി കിട്ടും. ഇപ്പോൾ ഈ റാഗിപ്പൊടി നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് കേട്ടോ ഞാനിത് കുറുക്കിയെടുത്തിട്ടുള്ളത്. ഇനി ഇത് നന്നായിട്ട് തണുത്ത് വരുമ്പോൾ ഒന്നുകൂടി തിക്കായിട്ട് വരും. അപ്പോൾ ഇത് ഇത്രയും വെന്താൽ മതി. ഇനി ഞാനിത് അടുപ്പിൽ നിന്നും എടുത്ത് മാറ്റിയാണ്. ഇനി ഞാൻ ഇതിലേക്ക് ഒരു ഗ്ലാസ് പാലാണ് എടുത്തിട്ടുള്ളത്. ഈ പാല് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക. പാല് പറ്റാത്തവർക്ക് പാലിന് പകരം തേങ്ങാപ്പാലും എടുക്കാവുന്നതാണ്. പാല് നന്നായി തിളപ്പിച്ചതിന് ശേഷം ഈ പാല് നന്നായി തണുത്ത് വന്നതിന് ശേഷമാണ് കേട്ടോ നമ്മളിതുകൊണ്ട് ഡ്രിങ്ക് ഉണ്ടാക്കിയെടുക്കുന്നത്. ഇപ്പോൾ പാല് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുകയാണ്. നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള റാഗി നന്നായിട്ട് തണുത്ത് ഇതുപോലെ നല്ല തിക്കായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഞാൻ ഇത് മുഴുവനും ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. നമ്മൾ വേവിച്ച് വെച്ച ബീട്രൂട്ട് നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട്. ഈ ബീട്രൂട്ട് വെള്ളത്തോട് കൂടിയിട്ട് ഞാൻ ഈ മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ബീട്രൂട്ട് വേവിച്ച് തന്നെ ചേർത്ത് കൊടുക്കണം കേട്ടോ, അല്ലെങ്കിൽ ഈ ഡ്രിങ്ക് ഈ ബീട്രൂട്ടിൻ്റെ ഒരു റോ ടേസ്റ്റ് ആയിരിക്കും. പിന്നെ നമ്മൾ സോക്ക് ചെയ്ത് വെച്ച ഈന്തപ്പഴമാണ് ചേർത്ത് കൊടുക്കുന്നത്. അതിനുശേഷം നമ്മൾ എടുത്തു വെച്ച ചെറുപഴം ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തതിന് ശേഷം ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ഏലക്കയുടെ തൊലിയൊക്കെ കളഞ്ഞിട്ട് അതിൻ്റെ സീഡ്സ് മാത്രമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമ്മൾ തിളപ്പിച്ച് വെച്ച പാല് നന്നായി തണുത്തതിന് ശേഷം അതും ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. അതിനുശേഷം ഇതെല്ലാം കൂടി നല്ല സ്മൂത്തായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് വരാം. അപ്പോൾ ഞാനിതിവിടെ നല്ല സ്മൂത്തായിട്ട് തന്നെ അരച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു തിക്നെസ്സിലാണ് കേട്ടോ ഞാനിത് അരച്ചെടുത്തിട്ടുള്ളത്. ഇനി ഞാനിത് സെർവിങ് ഗ്ലാസ്സിലേക്ക് ഒഴിച്ച് കൊടുക്കുകയാണ്. എല്ലാവരും ഹെൽത്തി ആയിട്ടിരിക്കാൻ ദിവസവും ഒരു സ്പൂൺ റാഗിയെങ്കിലും കഴിക്കുന്നത് വളരെ നല്ലതാണ്. ഇത് ഷുഗർ ഉള്ളവർക്ക് മാത്രമല്ല, ഷുഗർ ഇല്ലാത്തവർക്കും കുട്ടികൾക്കും ഒക്കെ കഴിക്കാവുന്നതാണ്. അപ്പോൾ ഞാനിതിവിടെ 2 ഗ്ലാസ്സിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നമ്മൾ നേരത്തെ സോക്കാവാനായിട്ട് വെച്ചിരുന്ന സബ്ജ സീഡ്സ് ഇപ്പോൾ നന്നായിട്ട് സോക്കായി കിട്ടിയിട്ടുണ്ട്. അത് ഞാൻ ഈ ഡ്രിങ്കിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. അതിനുശേഷം ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇപ്പോൾ ഞാനിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ വളരെ ഹെൽത്തിയും നല്ല ടേസ്റ്റിയുമായിട്ടുള്ള റാഗി ഡ്രിങ്ക് ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇത് ചെറുതായിട്ടൊരു മധുരമേ ഉള്ളൂ. ഇനി ഷുഗർ ഇല്ലാത്തവർക്കും കുട്ടികൾക്കും കൂടുതൽ മധുരം വേണമെങ്കിൽ നിങ്ങൾക്ക് എത്രയാണോ മധുരം വേണ്ടത് അതിനനുസരിച്ച് ഈന്തപ്പഴം ചേർത്ത് കൊടുത്താൽ മതി. ഇതിൽ ഏലക്കയുടെയും ചെറുപഴത്തിൻ്റെയും ടേസ്റ്റാണ് മുന്നിട്ട് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ റാഗിയുടെ ടേസ്റ്റ് ഇഷ്ടമില്ലാത്തവർക്ക് പോലും ഈ ഡ്രിങ്ക് ഒരുപാട് ഇഷ്ടമാവും. അപ്പോൾ നിങ്ങളെല്ലാവരും റാഗി കൊണ്ട് ഇതുപോലെ ഡ്രിങ്ക് ഉണ്ടാക്കി നോക്കണം. എന്നിട്ട് അതിൻ്റെ അഭിപ്രായം നമ്മുടെ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കാനും മറക്കരുത്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിയിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ കൂടെ കാണുന്ന ബെല്ലൈക്കണിൽ ക്ലിക്ക് ചെയ്ത് അതിൽ ഓൾ എന്ന ഓപ്ഷൻ തന്നെ സെലക്ട് ചെയ്ത് വെക്കുകയാണെങ്കിൽ ഞാൻ പുതിയ റെസിപ്പീസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് പുതിയ റെസിപ്പീസുമായി ഞാൻ വീണ്ടും വരാം. താങ്ക്